സ്റ്റേഡിയം കോംപ്ലക്സ് തുടങ്ങുന്നിടത്ത് മരച്ചുവട്ടിൽ ഓട്ടോ നിർത്തിയിട്ട് രാമചന്ദ്രൻ എന്തോ സാധനം വാങ്ങാൻ പോയി. പോകുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വേഗം വരും. ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുവെങ്കിലും നഗരത്തിൽ തിരക്കിന് ഒരു കുറവുമില്ലായിരുന്നു. പ്രധാന റോഡുകളിൽ മാത്രമല്ല, കോംപ്ലക്സിൻ്റെ മുന്നിലെ കൊച്ചു റോഡിലും തിരക്കായിരുന്നു. കോംപ്ലക്സിൽ പ്രധാനമായും ഉള്ളത് ടെക്സ്റ്റൈൽ ഷോപ്പുകളും ഇംഗ്ലീഷ് മരുന്ന് പീടികകളും ചെരുപ്പ് കടകളും ഫോട്ടോ സ്റ്റുഡിയോകളുമാണല്ലോ. നേരം രാവിലെ 10 ആയിരുന്നുള്ളെങ്കിലും ഇവിടെ തിരക്കിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പുറമെയായിരുന്നു വഴിവാണിഭക്കാരുടെ ശബ്ദഘോഷവും. ഇതെല്ലാം വെറുതെ അലസമായി നോക്കി വണ്ടിയിലിരുന്ന എൻ്റെ കണ്ണുകൾ വിചിത്രമായ ഒരു കാഴ്ചയിൽ ചെന്നുപെട്ടു. കഷ്ടിച്ച് 2 മാസം പ്രായമായ 2 നായ്ക്കുട്ടികൾ, തടിച്ചുരുണ്ട 2 ഓമന കുട്ടപ്പന്മാർ. 2 പേർക്കും നല്ല തിളങ്ങുന്ന തവിട്ട് നിറമായിരുന്നു. രാവിലത്തെ സൂര്യപ്രകാശത്തിൽ അവരുടെ നിറം ഒന്നുകൂടി വെട്ടിത്തിളങ്ങി. റോഡിലെ വണ്ടികളുടെയും ആളുകളുടെയും ഒന്നും ചവിട്ടടികളിൽ പെടാതെ കോംപ്ലക്സിലെ ഷോപ്പുകളുടെ ഓരം ചേർന്ന് ഒരു പരിഭ്രമവുമില്ലാതെ ഏതോ ഒരു ലക്ഷ്യത്തിലെന്ന പോലെ അവർ ഓടുകയായിരുന്നു. ഓടുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ കുട്ടപ്പന്മാർ ഉരുണ്ടുരുണ്ട് പോവുകയായിരുന്നു. ഈ മനോഹരമായ കാഴ്ചയിൽ പൂർണ്ണമായും ലയിച്ചു നിൽക്കെ രാമചന്ദ്രൻ സാധനങ്ങളും വാങ്ങി വന്നു. ഞാൻ അവനോട് പറഞ്ഞു, എടാ നോക്കിയാട്ടെ, ആ 2 നായ്ക്കുട്ടികളെ. തടിച്ചുരുണ്ട 2 കുട്ടപ്പന്മാർ. എങ്ങോട്ടാണ് അവർ ഉരുണ്ടുരുണ്ട് പോകുന്നത്? ആരോ വിളിച്ചിട്ടെന്നതുപോലെ. നായ്ക്കളെ ഏറെ സ്നേഹിക്കുന്ന രാമചന്ദ്രൻ തെല്ലുനേരം ആ കാഴ്ച തന്നെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, നല്ല കുട്ടികൾ. അവരുടെ അമ്മയുമുണ്ട് കുറച്ചു മുന്നിലായി. ദാ നോക്കിയാട്ടെ. അപ്പോഴാണ് ഞാൻ അവരുടെ തള്ളയെ കണ്ടത്. തള്ളയും കുട്ടികളെപ്പോലെ നല്ല തവിട്ട് നിറമായിരുന്നു. അവളിപ്പോൾ തൻ്റെ ധൃതിയിലുള്ള നടത്തം ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് അവിടെയുള്ള ആരെയോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ നിൽക്കുകയാണ്. അവളുടെ മക്കളും അമ്മയുടെ അടുക്കലെത്തിയിരിക്കുന്നു. അവരും അമ്മയെ ഒട്ടിപ്പിടിച്ച് അമ്മയെപ്പോലെ തന്നെ ഷോപ്പിലേക്ക് നോക്കി നിന്നു. അങ്ങനെ അധിക നേരം അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നില്ല. ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ പേപ്പർ പ്ലേറ്റ് അവരുടെ മുന്നിൽ വെച്ചു. ഞൊടിയിടയിൽ അമ്മയും മക്കളും പ്ലേറ്റിലെ ഭക്ഷണം മുഴുവൻ തിന്നു തീർത്തു. ഇത് 2 തവണ കൂടി ആവർത്തിച്ചു. അപ്പോഴൊക്കെ ആ സ്ത്രീ അവർ ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സ്നേഹപൂർവ്വം അവരുടെ നെറുകയിൽ തലോടി അവരോടെന്തോ പറഞ്ഞതിന് ശേഷം സ്ത്രീ ഷോപ്പിൻ്റെ അകത്തേക്ക് പോയി. ഇപ്പോൾ തള്ള ഷോപ്പിൻ്റെ സ്റ്റെപ്പോട് ചേർന്ന് മലർന്നു കിടക്കുകയാണ്. കുട്ടപ്പന്മാർ അമ്മയുടെ പാൽ വലിച്ചു കുടിക്കുന്നു. രാമചന്ദ്രൻ പറഞ്ഞു, ഇനി നമുക്ക് പോകാം. ഇന്നു രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയും. അത്രയും പോരെ? ഷോപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ രാമചന്ദ്രൻ പൊടുന്നനെ വണ്ടി നിർത്തി. എന്നിട്ട് വണ്ടിയിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായി തള്ളയുടെയും മക്കളുടെയും അരികിലേക്ക് നടന്നു. പേരക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയ മേൽത്തരം ബട്ടർ ബിസ്ക്കറ്റായിരുന്നു അത്. തള്ളയും കുട്ടികളും അല്പം അകലെ മാറി രാമചന്ദ്രനെ സംശയത്തോടെ നോക്കി നിന്നു. രാമചന്ദ്രൻ പറഞ്ഞു, പേടിക്കണ്ട, നല്ല ഒന്നാന്തരം ബിസ്ക്കറ്റാണ്. എൻ്റെ 1.5 വയസ്സായ പേരമകൾ നിങ്ങൾക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതവൾക്ക് സങ്കടമാകും. തള്ളയും കുട്ടികളും പതുക്കെ പതുക്കെ മുന്നോട്ട് വന്ന് ആ ബിസ്ക്കറ്റ് എല്ലാം തിന്നു തീർത്തു. ഇതൊക്കെ നോക്കിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഷോപ്പിൻ്റെ വരാന്തയിൽ നല്ലവരായ ആ സ്ത്രീയും നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് ഞാൻ വായിച്ചു, ദയാ മെഡിക്കൽസ്.